രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ സന്തത സഹചാരികൾക്ക് തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി. പാലക്കാട് രാഹുൽ നേരിട്ടെത്തി വോട്ട് അഭ്യർത്ഥിച്ച നിഖിൽ കണ്ണാടിയും അജാസ് കുഴൽമന്നവും തോറ്റു. പത്തനംതിട്ടയിൽ ഫെനി നയനാനും പരാജയപ്പെട്ടു. ഏറത്ത് ഡിവിഷനിൽ മത്സരിച്ച റെനോ പി രാജനും രാഹുലിനെ പിന്തുണച്ച ശ്രീനാദേവി കുഞ്ഞമ്മയും വിജയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വാധീനത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പാലക്കാടും പത്തനംതിട്ടയിലും സ്ഥാനാർത്ഥിത്വം. ഇവർക്ക് വേണ്ടി നേരിട്ട് വീടുകൾ കയറി രാഹുൽ പ്രചരണം നടത്തി. പാലക്കാട് നിഖിൽ കണ്ണാടിയും അജാസ് കുഴൽമന്ദവും തോറ്റു. പത്തനംതിട്ട അടൂർ നഗരസഭയിലേക്ക് 8ാം വാർഡിൽ നിന്ന് മത്സരിച്ച രാഹുലിന്റെ ഉറ്റ സുഹൃത്ത് ഫെന്നി നയനാൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. രാഹുലിന്റെ അനുയായിയായ റിനോ പി രാജൻ ഏറത്ത് ഡിവിഷനിൽ നിന്ന് ജനപ്രതിനിധിയായി. 284 വോട്ടുകൾക്കായിരുന്നു റിനോയുടെ ജയം. രാഹുലിനെ പിന്തുണച്ച് രംഗത്തു വന്ന ശ്രീനാദേവി കുഞ്ഞമ്മയും പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ചു. CPI വിട്ട് കോൺഗ്രസിലെത്തിയ ശ്രീനാദേവി കുഞ്ഞമ്മ ജയിച്ചത് 196 വോട്ടുകൾക്ക്. രാഹുൽ വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ലെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ 24നോട് പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാന്ന് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ മേലുള്ളൊരു വില ഇച്ചിരി കുറച്ച് കണ്ടുവിടുന്നത്. പക്ഷേ ജനാധിപത്യം വേണം, ജനങ്ങളെ എന്തു പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കണം എന്നുള്ളത് പഠിക്കണം. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്ത കുന്നത്തൂർമേട് നോർത്ത് UDF സ്ഥാനാർത്ഥി വിജയിച്ചു. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.